നമ്മളെ പേർക്ക് ആകെ 10 രൂപ തെങ്ങുള്ളൂ. അപ്പൊ ഇന്നലെ ഗോപാലൻ പറിക്കാൻ വന്നു. അപ്പൊ പറിച്ചോണ്ട് കൂലി, പെറുക്കിട്ടോണ്ട് കൂലി, വണ്ടിക്കൂലി, പൊളിച്ചോണ്ട് കൂലി എല്ലാം കൂടി കൂട്ടുമ്പോ ഞമ്മക്ക് ആകെ കിട്ടി 80 രൂപ. പിന്നെ എന്ത് പറയാനാണ്? കാലമൊക്കെ മാറിയില്ല ആചാര്യ. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് വില കുറവും ഇങ്ങോട്ട് വാങ്ങുന്നതിന് വില കൂടുതലുള്ള കാലല്ലേ ഇത്. അങ്ങനത്തെ വിലയാന്ന് മൊയ്തീന്റെ വീട്ടില് സാധാരണക്കാരനായ വന്ന് ആകെ 2 തെങ്ങുള്ളൂ. 2 തെങ്ങ് തേങ്ങ അരച്ചോ 3 തേങ്ങ ആദ്യം കിട്ടി. ആ 3 തേങ്ങ എന്ത് ചോദിച്ചോ പറഞ്ഞ് ഒന്ന് കാര്യനും ഒന്ന് കീഞ്ഞേനും ഒന്ന് എനിക്ക് തേണിക്കൂലിയാന്ന് പറഞ്ഞ് 3 വനം എടുത്ത് പിന്നെ ഞാൻ കിട്ടിയില്ല. അങ്ങനത്തെ ഒരു കാലല്ലേ ഇത്. കുടിയൊക്കെ നിർത്തി നല്ല നന്നാക്കില്ല. നല്ല അരച്ച് എന്താ പറ്റി? ഞാൻ എന്താ കയ്യിൽ ഇത് ഞാൻ പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങി ഓക്ക് മതത്തില് വലിയ സന്തോഷം. നമ്മളെ കുടി നിർത്തിച്ച് എന്റെ ഭാഷ ചളിയായ വിവരം ഞാൻ പറയാം. നമ്മളെ റോഡില്ലേ നല്ല അണ്ണക്കൊട്ടന്റെ വര പോലത്തെ 3 വരയൊക്കെ ആക്കിയിട്ട് നല്ല കണ്ണാടി പോലെ മിനുങ്ങുന്ന റോഡല്ലേനോ? ആ റോഡ് JCB വെച്ച് മാന്തിയിട്ട് പൈപ്പ് ഇടല്ലോ ഉയർന്നല്ലോ സഹിക്കാനാവില്ല. അതിന് പറഞ്ഞത് ശരിയാണ്. ചില റോഡ് കാണുമ്പോൾ സങ്കടമായി. എല്ലാ റോഡും അങ്ങനെ പോയി. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയില്ലേ പല കുടിവെള്ള പദ്ധതികളും നാടിന് വേണ്ടിട്ട് ഇതൊക്കെ ചെയ്തെന്നാണ് ഇവന്റെ വാദം. പക്ഷേ ഒരു കാര്യമാണ്, അത് അങ്ങനെ ചെയ്ത നാടിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് വേണ്ടേ? എടുക്കുന്ന ആളുകളുണ്ടല്ലോ കോൺട്രാക്ടർമാർ, ഓര് മര്യാദക്ക് ചെയ്തിരിക്കുന്ന റോഡ് പോയി പോയല്ലോ. ഞാൻ ചോദിക്കട്ടെ, റോഡ് ഉണ്ടാക്കുമ്പോ സൈഡിൽ കൂടെ അതിനൊരു സ്ഥലം വെച്ചാ പോരെ? അതിനൊരു കാര്യം ജനങ്ങള് ഇമ്മളെപ്പോലത്തെ ആളുകൾ ഇതിന് സ്ഥലം കൊടുക്കാൻ തയ്യാറല്ലോ. അല്ല, ഈ ഗവൺമെന്റിന് ഈ റോഡൊക്കെ ഉണ്ടാക്കി കോടികൾ ചെലവാക്കി റോഡൊക്കെ ഉണ്ടാക്കിയിട്ട് അത് മാന്തി പൊളിക്കുമ്പോണ്ടാകുന്ന എത്ര നഷ്ടമെന്നറിയോ? രണ്ടാമത് ടാർ ചെയ്യണ്ടേ? അതേ സ്ഥാനത്ത് ഒരു 8 മീറ്റർ റോഡിന് 2 മീറ്റർ കൂടി അധികം സ്ഥലം വാങ്ങിയിട്ട് ഓർക്കാൻ 2 മീറ്ററിന്റെ പൈസ ഈ സൈഡിലുള്ളവർക്ക് കൊടുത്താല് അതല്ലേ ലാഭോ? അതില ജപ്പാൻ പൈപ്പോ ഇനി ചൈന പൈപ്പോ ഇനി കറണ്ടിന്റെതോ ഫോണിന്റെതോ എന്ത് വേണേ കൊണ്ടുപോയിക്കൂടെ? അതുകൊണ്ട് പക്ഷെ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കാത്തിരിക്കാം. ഈ ഗവൺമെന്റിന്റെ മാറി വന്നിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയി പറയാനായില്ലല്ലോ. ഏത് ഗവൺമെന്റ് വന്നാലും ഇതൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് ഈ എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥന്മാരും.